ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കോട്ടയം കോഴിക്കോട് ജില്ലകളുടെ LDC പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ വിശദമായ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് 4ാമത്തെ ഭാഗമാണ്. ആദ്യത്തെ 3 പാർട്സ് നമ്മുടെ ചാനലിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കൊന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 71ാമത്തെ ക്വസ്റ്റ്യൻ, ഒറ്റയാനെ കണ്ടെത്തുക. തന്നിരിക്കുന്ന ഓരോന്നും നോക്കാം. 6:38 ആണ് ആദ്യം തന്നിരിക്കുന്നത്. 6:38. അപ്പം അതിൽ നമ്മൾ റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ 6ന്റെ സ്ക്വയറിനോടൊപ്പം 2 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 38 കിട്ടും. 6ന്റെ സ്ക്വയർ എത്രയാണ്? 36. അപ്പോൾ 6 × 6 + 2 ആണ് 38 വരുന്നത്. അതുപോലെ സിയിലെ ഓപ്ഷൻ നോക്കിയേ, 11:123 ആണ്. അപ്പോൾ നമുക്ക് 11ന്റെ സ്ക്വയർ ആയിട്ടുള്ള 121ന്റെ കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 123 കിട്ടും. അതുപോലെ ഓപ്ഷൻ ഡി നോക്കുക, 15ന്റെ സ്ക്വയർ ആയിട്ടുള്ള 225ന്റെ കൂടെ 2 കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 227 കിട്ടും. അപ്പോൾ എയും സിയും ഡിയും ഈ ഒരു റൂളും ഫോളോ ചെയ്തിട്ടാണ് ആ ഒരു റിലേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതേപോലെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി ആ ഒരു റൂള് ഫോളോ ചെയ്യുന്നില്ല. ശരിക്കും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ത് വരണമായിരുന്നു? 9ന്റെ സ്ക്വയർ ആയിട്ടുള്ള 81ന്റെ കൂടെ 2 ആഡ് ചെയ്ത് 83 വരണമായിരുന്നു. പക്ഷെ ഇവിടെ 85 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതാണ് ഒറ്റയാനായിട്ട് വരുന്നത്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 9:85. അടുത്ത ക്വസ്റ്റ്യൻ, 168 + 72 ഹരണം 9 × 3 / 2 × 1 + 12/4. അപ്പോൾ ഇതിൽ നമ്മൾ ബോർഡ് മാസ് റൂൾ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഈ ബ്രാക്കറ്റ്സിന്റെ അകത്തുള്ളത് ഏറ്റവും ആദ്യം ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പിന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ട ഓർഡർ വരുന്നത്. അപ്പോൾ ഇതിലാദ്യം നമുക്കപ്പോൾ ന്യൂമറേറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 168 + 72 ഹരണം 9 × 3. അപ്പോൾ ബ്രാക്കറ്റിൽ 72 ഹരണം 9 ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ആദ്യം ചെയ്യാം. 72 ഹരണം 9 എന്ന് പറയുമ്പോൾ 8 വരും. എന്നിട്ട് 8നെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 24 വരും. അപ്പോൾ 168 + 24 എന്നാവും ന്യൂമറേറ്റർ. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 192 ആണ് നമുക്ക് ന്യൂമറേറ്ററിൽ ഫൈനൽ ആൻസർ വരിക. ഇനി ഡിനോമിനേറ്റർ എടുക്കുകയാണെങ്കിൽ 2 × 1 + 12/4 ആണ്. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് ചെയ്യുമ്പോൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് തന്നെ 12/4 ഒരു ഡിവിഷൻ വന്നിട്ടുണ്ട്, അത് ആദ്യം ചെയ്യണം. 12/4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 ആണ്. അപ്പോൾ ബ്രാക്കറ്റ് എങ്ങനെയാവും? 2 × 1 + 3 എന്നാവും. 1 + 3 4 ആണ് ബ്രാക്കറ്റിൻ്റെ അകത്ത്. അപ്പോൾ 2 × 4 എന്നാവും. 2 × 4 8 വരും നമ്മുടെ ഡിനോമിനേറ്റർ. അപ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കിട്ടി. നമുക്ക് ഡിവിഷൻ ചെയ്യാം. 192 / 8. അപ്പോൾ എത്രയായിരിക്കും? 24 ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ മീഡിയൻ കാണുക. അപ്പോൾ നമുക്ക് മീഡിയൻ കാണാനായിട്ട് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ആദ്യം തന്നെ ഒന്ന് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ആരോഹണ ക്രമത്തിൽ ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കറക്റ്റ് ഓർഡറിലാക്കുമ്പോൾ എങ്ങനെ വരും? ഇത് 6.10, 6.10 അത് 2 എണ്ണം ഉണ്ട്. പിന്നെ 6.15, 6.18, 6.20, 6.20, 6.21, 6.25 അങ്ങനെയാണ് വരിക കറക്റ്റ് ഓർഡർ. ഇനി ഇതിന് ശേഷം വേണം മീഡിയൻ കാണാൻ. മീഡിയൻ എന്ന് പറയുമ്പോൾ മിഡിലുള്ള നമ്പറാണ് നമ്മൾ ആ ഒരു സീരീസിൽ നിന്ന് എടുക്കുക. പക്ഷെ ഇവിടെ നമ്മൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ 8 നമ്പേഴ്സാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ 8ന്റെ മിഡിൽ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സാക്ട്ലി ഒരു നമ്പർ എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നടുക്കുള്ള 2 നമ്പേഴ്സ് എടുത്തിട്ട് അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കും. അപ്പോൾ ഇതിൽ നടുക്ക് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 6.18ഉം 6.20 ആണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് കാണുമ്പോൾ എന്ത് ചെയ്യണം? 6.18 + 6.20 / 2 അങ്ങനെയുള്ള ആവറേജ് കാണാം. എല്ലാവരും ആഡ് ചെയ്തിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഇവിടെ ഇത് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ 12.38 വരും, /2 എന്ന് വരും. അപ്പം ആൻസർ 6.19 വരും. അപ്പോൾ ഇവിടുത്തെ കേസിൽ മീഡിയൻ എന്ന് പറയുന്നത് 6.9 ആണ് വരിക. ഇപ്പം ഇതിൽ ഒറ്റ സംഖ്യകളായിരുന്നു നമ്പേഴ്സിൻ്റെ എണ്ണമെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യായിരുന്നു? എക്സാക്ട്ലി ആ നടുക്ക് വരുന്ന നമ്പർ മീഡിയൻ ആയിട്ട് എടുക്കായിരുന്നു. ഇവിടെ ഓഡ് നമ്പറിന് പകരം ഈവൺ നമ്പർ ഓഫ് നമ്പേഴ്സ് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നടുക്കുള്ള 2 നമ്പേഴ്സിൻ്റെ ആവറേജ് വേണം നമുക്ക് മീഡിയൻ ആയിട്ട് സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 6.19. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കോഡ് ഭാഷയിൽ വൈറ്റ് എന്ന വാക്കിനെ JUVGR എന്ന് എഴുതാമെങ്കിൽ ബ്ലാക്ക് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? അപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വൈറ്റിനെ JUVGR എന്ന് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ W കഴിഞ്ഞ് 13ാമത് വരുന്ന ലെറ്ററാണ് J. അതായത് W കഴിഞ്ഞ് X, Y, Z പിന്നെ A മുതൽ എണ്ണ ABC അങ്ങനെ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ W കഴിഞ്ഞ്
13ാമത് വരുന്ന ലെറ്ററാണ് ജെ. അതുപോലെ എച്ച് കഴിഞ്ഞ് 13ാമത് വരുന്ന ലെറ്ററാണ് യു. ഐ കഴിഞ്ഞ് 13ാമത്തെ ലെറ്ററാണ് വി. ടി കഴിഞ്ഞ് 13ാമത്തെ ലെറ്ററാണ് ജി. ഇ കഴിഞ്ഞ് 13ാമത്തെ ലെറ്ററാണ് ആർ. അപ്പം ഇങ്ങനെയാണ് വൈറ്റിനെ കോഡ് ഭാഷയിൽ എങ്ങനെ എഴുതിയത്? ജെ യു വി ജി ആർ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ഇതേ ഒരു റൂൾ അപ്ലൈ ചെയ്തിട്ട് ബ്ലാക്കിനെ എഴുതുമ്പോൾ എങ്ങനെ വരും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എഴുതാം. ബി കഴിഞ്ഞ് വരുന്ന 13ാമത്തെ ലെറ്റർ ഒ ആണ്. എൽ കഴിഞ്ഞ് വരുന്ന 13ാമത്തെ ലെറ്റർ വൈ. എ കഴിഞ്ഞ് വരുന്ന 13ാമത്തെ ലെറ്റർ എൻ. സി കഴിഞ്ഞ് വരുന്ന 13ാമത്തെ ലെറ്റർ പി. ആൻഡ് കെ കഴിഞ്ഞ് വരുന്ന 13ാമത്തെ ലെറ്റർ എക്സ്. അപ്പം അതനുസരിച്ച് നോക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. OYNPX ആണ് കറക്റ്റ് ആൻസർ വരിക, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1നും 50നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ തെറ്റിക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു തെറ്റ് വരാനുള്ള സാധ്യത ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 1നും 50നും ഇടയിൽ വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ 1 കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഇരട്ട സംഖ്യ ഏതാണ്? 2 ആണ്. അപ്പോൾ തുടക്കത്തിലുള്ള സ്റ്റാർട്ടിംഗ് നമ്പറിൽ നമുക്ക് തെറ്റൊന്നും വരില്ല, 2 പിന്നെ 4 6 അങ്ങനെ വരും. പക്ഷെ അവസാനത്തെ നമ്പർ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ 50 എന്ന് പറയണത് ഇരട്ട സംഖ്യ ആണല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ ഇരട്ട സംഖ്യയായിട്ട് 50 കൂടി എടുക്കും. പക്ഷെ ഇവരുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 1നും 50നും ഇടയിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 50 നമ്മൾ എടുക്കാൻ പാടില്ല. ഇടയിൽ അഥവാ ബിറ്റ്വീൻ എന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? ആ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ അവസാനത്തെ സംഖ്യ എടുക്കരുത്. നമ്മളുടെ കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഇടയിൽ വരുന്ന ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ ഇവിടെ 1നും 50നും ഇടയിൽ എന്ന് വരുമ്പോൾ 2 4 6 അവസാനത്തെ ഈ പറയുന്ന ഇരട്ട സംഖ്യ ഏതായിരിക്കും? അപ്പോൾ 48 ആണ്, അല്ലാതെ 50 അല്ല. അപ്പം ചിലപ്പോൾ 50 അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ തെറ്റും. പക്ഷേ ആ 50 എടുത്ത് വരുന്ന ആൻസറും ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. 50 ആണ് അവസാനത്തെ ഡിജിറ്റ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ കിട്ടുന്ന ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുമ്പോൾ ഈ ഓപ്ഷനിലും കാണുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്യും. അപ്പോൾ ഇടയിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ നമ്പർ എടുക്കരുത്, അതിൻ്റെ ഇടയിലുള്ള നമ്പറിനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ സീരീസ് എങ്ങനെ വരും? 2 4 6 അവസാനം 48 വരും. ഇനി നമുക്ക് നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണിയുടെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഈ ഒരു സീക്വൻസിൻ്റെ എന്ത് കണ്ടുപിടിക്കാം? സമ്മ് നമുക്ക് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തെ ടേം അഥവാ എ എന്ന് പറയുന്നത് 2 ആണ്. അവസാനത്തെ ടേം അഥവാ ലാസ്റ്റ് ടേം L 48 ആണ്. ഈ 1നും 50നും ഇടയിൽ ടോട്ടൽ എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ടാവും? പകുതി ഇരട്ട സംഖ്യ ആയിരിക്കും. അപ്പോൾ 25 ഇരട്ട സംഖ്യകളായിരിക്കും ഉണ്ടാവും. അപ്പോൾ n is equal to 25 ആണ്. n is equal to 24 ആണ് വരിക. 1നും 50നും ഇടയിൽ 50 കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ഇരട്ട സംഖ്യ വരും? 25 വരും. പക്ഷെ ഇവിടെ അത് ശ്രദ്ധിക്കണം, എന്താണ്? 1നും 50നും ഇടയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ 50 എടുക്കുന്നില്ല, എന്തേ എടുക്കണുള്ളൂ? 48 വരെ. 48 വരെ എന്ന് പറയുമ്പോൾ എത്ര ഇരട്ട സംഖ്യ കാണുള്ളൂ? 24 ഇരട്ട സംഖ്യ കാണുള്ളൂ. അപ്പം എന്നിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 24 ആയിരിക്കും. അപ്പം A2 L 48 N 24 അങ്ങനെയാണ് വരിക. ഇനി നമുക്ക് സമ്മിൻ്റെ ഇക്വേഷൻ എയും എല്ലും വെച്ചിട്ടുള്ള ഒരു സമ്മിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, അത് വെച്ച് യൂസ് ചെയ്താൽ മതി. n/2 ഇൻറ്റു A + L ആണ് ഇക്വേഷൻ. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 24/2 ഇൻറ്റു 2 + 48 എന്ന് വരും. അപ്പോൾ 2 + 48 50, 24/2 12. അപ്പോൾ 12 × 50 600 ആണ് നമുക്ക് ആൻസർ വരിക. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് 600. ഓക്കെ, അപ്പോൾ ഇതിൽ ആ വരാൻ സാധ്യതയുള്ള തെറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് കറക്റ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം. അതായത് നമുക്ക് കുറച്ച് ചതുരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ആ ചതുരങ്ങളുടെ പ്രത്യേകത അവരുടെ എല്ലാത്തിൻ്റെയും ചുറ്റളവ് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കും. അത് അത്തരം ചതുരങ്ങളുടെ ഏറ്റവും വിസ്തീർണമുള്ള ചതുരത്തിന്റെ പ്രത്യേകത അതിന്റെ നീളവും വീതിയും തുല്യമായിരിക്കും. ഒരേ ചുറ്റളവുള്ള ചതുരങ്ങൾ എടുക്കുകയാണ്, അതിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുരം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നീളവും വീതിയും തുല്യമായിരിക്കും എന്നാണ് അതിന്റെ പ്രത്യേകത. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് 3 8 15 24 ഡാഷ്. അപ്പോൾ അടുത്ത ടേം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ 3ന്റെ കൂടെ 5 കൂട്ടുമ്പോൾ 8, 8ന്റെ കൂടെ 7 കൂട്ടുമ്പോൾ 15, 15ന്റെ കൂടെ 9 കൂട്ടുമ്പോൾ 24. അപ്പോൾ 24ന്റെ കൂടെ ഇനിയിപ്പോൾ അടുത്തത് എന്ത് കൂട്ടണം? അതായത് 5 മുതൽ തുടങ്ങുന്ന ഒറ്റ സംഖ്യകളാണ് കൂട്ടി കൂട്ടി പോണത്. 3ന്റെ കൂടെ 5 കൂട്ടി
പിന്നെ ആ കിട്ടിയ ആൻസറിന്റെ കൂടെ 5 കഴിഞ്ഞിട്ടുള്ള ഒറ്റസംഖ്യ 7 കൂട്ടി, പിന്നെ ആ കിട്ടിയ ഉത്തരത്തിന്റെ കൂടെ 7 കഴിഞ്ഞിട്ടുള്ള ഒറ്റസംഖ്യ 9 കൂട്ടി. അപ്പൊ ഇനി അടുത്തത് എന്ത് കൂട്ടണം? ഇപ്പൊ കിട്ടിയ ആൻസറിന്റെ കൂടെ 9 കഴിഞ്ഞിട്ടുള്ള ഒറ്റസംഖ്യ ആയിട്ടുള്ള 11 കൂട്ടണം. അപ്പൊ 24ന്റെ കൂടെ 11 കൂട്ടുമ്പോ ആൻസർ 35 ആണ് വരിക. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 35. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 125/8 ഓൾ റൈസ് ടു 2/3 ഇൻറ്റു 16/625 ഹോൾ റൈസ് ടു 1/2 ഈക്വൽ ടു. ഇപ്പൊ ഇതിൽ നമ്മൾ ഓരോ ഭാഗമായിട്ട് നമുക്ക് ആദ്യം ചെയ്യാം. ആദ്യം 125/8 ഹോൾ റൈസ് ടു 2/3 എത്രയാണെന്നുള്ളത് നോക്കാം. ഇപ്പോ നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ലോജിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2/3 എന്നൊക്കെ പറയുന്ന ഫ്രാക്ഷൻസ് ഒക്കെ പവറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ആ പവറിന്റെ ബേസിൽ വരുന്ന നമ്പറിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയുന്ന രീതിയിൽ ഈ ബ്രാക്കറ്റിന്റെ അകത്ത് തന്ന നമ്പേഴ്സിനെ അതിന്റെ പവറിൽ എഴുതാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ 2/3യുടെ ഡിനോമിനേറ്ററിൽ 3 ആണല്ലോ വരുന്നത്. അപ്പൊ ഈ 125നെ 8നെയും ഏതിന്റെങ്കിലും ഒക്കെ ക്യൂബ് ആക്കി എഴുതാനായിട്ട് ശരിക്കും പറ്റുന്നുണ്ടാവും. അങ്ങനെയുള്ള നമ്പേഴ്സ് അവർ തരുള്ളൂ. അപ്പൊ 125 എന്ന് പറയുന്നത് 5ന്റെ ക്യൂബും 8 എന്ന് പറയുന്നത് 2ന്റെ ക്യൂബുമാണ്. അപ്പൊ നമുക്ക് 125/8 എന്നുള്ളതിനെ വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ മാറ്റി എഴുതാം? 5/2 ഓൾ റൈസ് ടു 3. അതായത് 5/2 ഹോൾ റൈസ് ടു 3 എന്ന് പറഞ്ഞാൽ ആ 3 5നും ബാധകമാണ് 2നും ബാധകമാണ്. 5³ 2³ ആണ് 5³ എന്ന് പറഞ്ഞാൽ 125, 8³ എന്ന് പറഞ്ഞാൽ 2³ എന്ന് പറഞ്ഞാൽ 8. അപ്പൊ അങ്ങനെയാണല്ലോ വരിക. അപ്പൊ നമുക്ക് 125/8നെ വേണമെങ്കിൽ 5/2 ഹോൾ റൈസ് ടു 3 എന്ന് എഴുതാം. അത് കഴിഞ്ഞ് ഇനി നമുക്ക് അതിന്റെ കൂടെയുള്ള ഹോൾ റൈസ് ടു 2/3 കൂടി അതിന്റെ കൂടെ എഴുതാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ മാറി? 5/2 ഹോൾ റൈസ് ടു 3 ഹോൾ റൈസ് ടു 2/3 എന്നായി. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു റൂൾ ഉണ്ടല്ലേ, a⁻m ഓൾ റൈസ് ടു n. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? 2 പവറുകൾ വന്നു കഴിഞ്ഞാൽ ആ പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. a⁻m ഹോൾ റൈസ് ടു n എന്ന് പറഞ്ഞാൽ a⁻m × n എന്നാണ് വരിക. അപ്പൊ ഇവിടെ അതുപോലെ m ആയിട്ട് വന്നിരിക്കുന്നത് 3യും 2/3 ആണ്. അപ്പൊ അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും പവറിൽ വരിക. അപ്പൊ 5/2 ഓൾ റൈസ് ടു 3 × 2/3 എന്ന് വരും. അപ്പൊ 3 × 2/3 3യും 3യും കട്ടായി പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് മാത്രമേ കാണുള്ളൂ? 2 മാത്രമേ കാണുള്ളൂ. അപ്പൊ പവറിൽ എന്ത് മാത്രമായി? 2 മാത്രമായി. അതായത് 5/2 ഓൾ റൈസ് ടു 2 എന്നായി. അപ്പൊ അതായത് 5ന്റെ സ്ക്വയർ ബൈ 2ന്റെ സ്ക്വയർ എന്നാണല്ലോ അതിന്റെ മീനിങ്. 5ന്റെ സ്ക്വയർ 25, 2ന്റെ സ്ക്വയർ 4. അപ്പൊ 25/4 ആണ് ആദ്യത്തെ പാർട്ടിന്റെ ആൻസർ വരിക. ഇനി രണ്ടാമത്തെ പാർട്ട് 16/625 ഹോൾ റൈസ് ടു 1/2 ആണ്. അപ്പൊ 16നെ നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 4ന്റെ സ്ക്വയർ ആണ് 16, 625 625 25ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ മാറ്റി എഴുതാം? 4/25 സ്ക്വയർ ഹോൾ റൈസ് ടു 1/2 അങ്ങനെ നമുക്ക് എഴുതാം. അപ്പൊ ഇവിടെ ഇതേ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 4/25 ഹോൾ റൈസ് ടു 2 × 1/2. പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് 2 × 1/2. ഇവിടെ 2 കട്ടായി പോയിട്ട് ബാക്കി പവറിൽ 1 മാത്രം വരും. 1 മാത്രം വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. 4/25 അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് 2 പാർട്ടും നമ്മൾ ഷോർട്ടാക്കി. ആദ്യത്തെ ഭാഗം 25/4 അടുത്തത് 4/25. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താണല്ലോ നിൽക്കുന്നത്. അപ്പൊ ഇതും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 25/4 × 4/25. ഇവിടെ 25 കട്ടായി പോകും, 4 കട്ടായി പോകും. ബാക്കി എത്രയാണ് ഉണ്ടാവുക? 1 ആണ് ഉണ്ടാവുക. അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ് 1. അടുത്തത്, അനന്തുവിനെ ചൂണ്ടി അമൃത പറഞ്ഞു, അവന്റെ അച്ഛൻ എന്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ്. അതായത് അതിന്റെ മീനിങ് അനന്തും അമൃതയും തമ്മിൽ അവരെന്താണ്? അമൃതയുടെ സഹോദരനാണ് അനന്തു എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ ഇതിൽ അവർ തമ്മിലുള്ള ബന്ധം ചോദിച്ചതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സഹോദരനാണ് വരിക. അടുത്തത്, തന്നിരിക്കുന്ന പേരും മേൽവിലാസത്തോട് തുല്യമായത് ഏത്? അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിൽ വേറെ കാര്യമൊന്നുമില്ല. നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദ്യകർത്താവ് തരുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മുടെ സമയം മാക്സിമം കളയുക. അപ്പൊ ഇതിങ്ങനെ നമ്മളിങ്ങനെ ഓരോ എസും സെഡും അങ്ങനെയൊക്കെയുള്ള ഇത് സ്പെല്ലിങ്ങുകൾ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ടൈം കുറെ പോകും. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല ലോജിക്കോ മാത്തമാറ്റിക്സോ ഒന്നുമല്ല, നമ്മുടെ സമയം കളയുക എന്നുള്ളതാണ്. അപ്പോൾ വേറെ ഇതിൽ ലോജിക്കൊന്നുമില്ല അല്ലാതെ. അപ്പൊ ഇതിൽ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കറക്റ്റായിട്ട് സാമ്യമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്. മുഹമ്മദ് അൻസിൽ, സാനിയ മൻസിൽ, റൂർക്കേല 6900732 എന്നുള്ള രീതിയിൽ വരുന്ന ഓപ്ഷൻ സി ആണ്. അതേ സ്പെല്ലിങ്ങോട് കൂടി വരുന്നത്. ഓക്കെ, അപ്പൊ മാത്സ് ക്വസ്റ്റ്യൻസ് ഇത്രയാണുള്ളത്. അടുത്ത ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഐഡന്റിഫൈ ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്.
ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ഷീ ആൻഡ് ഹെർ ബ്രദേഴ്സ് ഗോസ് ടു ദ ജിം എവറി ഈവനിങ്. Choose the correct punctuation for the following statement. She opened the door and exclaimed, "What a surprise!" അപ്പൊ ഇതിന് കറക്റ്റ് പങ്ക്ച്വേഷൻസ് ഒക്കെ കൊടുത്ത് എഴുതി കഴിഞ്ഞാൽ ഓപ്ഷൻ എയിലുള്ള പോലെ എഴുതണം. ഷീ ഓപ്പൺഡ് ദ ഡോർ ആൻഡ് എക്സ്ക്ലൈംഡ് കഴിഞ്ഞിട്ട് ഒരു കോമ, എന്നിട്ട് വാട്ട് എ സർപ്രൈസ്. സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആശ്ചര്യചിഹ്നം കൂടി അവിടെ ഇട്ടിട്ടുണ്ട്, എക്സ്ക്ലമേഷൻ മാർക്ക്. എന്നിട്ടാണ് ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. Select the sentence that uses the correct form of the verb to be in the past tense. Okay. Answer in the option D ആണ്. We were all very tired after the long hike yesterday. Okay. അടുത്ത question. Identify the sentence with the correct use of a modal verb. Answer option D. We should bring an umbrella in case of rain. അടുത്ത question. Identify the correct transformation of following sentence from direct to indirect speech. And direct speech ഇങ്ങനെയാണ്. The teacher said the exam will be held the next week. അപ്പൊ ഇതിനെ നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. The teacher said that the exam would be held the next week. Which of the following word is a synonym for abundant? Synonym of abundant plentiful ആണ് വരുന്ന ഓപ്ഷൻ ബി. What is the best antonym for miserly? ആൻസർ ഓപ്ഷൻ എ ആണ്. ജനറസ് ആണ് മിസർലിയുടെ ആന്റണിം വരുന്നത്. അടുത്തത് ചൂസ് ദ വേർഡ് ദാറ്റ് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഹാർമോണിയസ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഡിസ്കോർഡന്റ്. ഹാർമോണിയസിന്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്നത് ഡിസ്കോർഡന്റ് എന്നാണ്. സെലക്ട് ദ വേർഡ് ദാറ്റ് ഇസ് മോസ്റ്റ് സിമിലർ ഇൻ ദ മീനിങ് ടു എഫെമറൽ. ആൻസർ ഓപ്ഷൻ ബി ആണ്. ടെമ്പററി. ടെമ്പററി എന്നുള്ളതാണ് എഫെമറലിന് ഏറ്റവും സിമിലർ ആയിട്ടുള്ള മീനിങ് വരുന്ന വാക്ക്. ഫൈൻഡ് ദ വൺ വേർഡ് ഫോർ ദി എക്സ്പ്രഷൻ ക്രേസ് ഫോർ ഫ്ലവേഴ്സ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഫ്ലോറിമാനിയ. ഫ്ലോറിമാനിയ എന്നാണ് ക്രേസ് ഫോർ ഫ്ലവേഴ്സിന്റെ ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ. അടുത്ത മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ശരിയായ പദം എഴുതുക. ഉദ്ഘാടനം എന്ന് കറക്റ്റ് ആയിട്ട് എഴുതുന്ന ഓപ്ഷൻ ഡിയിലുള്ളതാണ് ഉദ്ഘാടനം. ഭാഗികം വിപരീത പദം ഏത്? സമഗ്രം ആണ് ഭാഗികത്തിന്റെ വിപരീത പദം. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപ്പദം പിപ്പാസു. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നിഹാരം പര്യായ പദം ഏത്? ആൻസർ ഓപ്ഷൻ എ മഞ്ഞ്. താഴെ പറയുന്നവയിൽ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏതാണ്? ധീരൻ ധീര, ഏകാഗി ഏകാഗിനി, പക്ഷി പക്ഷിണി, തമ്പി തങ്കച്ചി. ഇതിലെല്ലാം ശരിയാണ്. കറക്റ്റ് സ്ത്രീലിംഗം പുല്ലിംഗം ജോഡിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരി. കലാശക്കൊട്ട് ശൈലിയുടെ അർത്ഥം എന്ത്? ആൻസർ ഓപ്ഷൻ എ അവസാനത്തെ പ്രവൃത്തി. പ്രൊസീഡിങ്സ് ശരിയായ മലയാള പരിഭാഷ ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. നടപടിക്രമം എന്നാണ് പ്രൊസീഡിങ്സിന്റെ കറക്റ്റ് ആയിട്ടുള്ള മലയാള പരിഭാഷ. വാക് പ്ലസ് മയം ചേർത്തെഴുതുക. വാങ്മയം. ആൻസർ ഓപ്ഷൻ സി. അവൻ പിരിച്ചെഴുതുക. ആ പ്ലസ് അന്നാണ് അവൻ. അടുത്തത് പൂജക ബഹുവചനം ഏത്? ആചാര്യർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫുൾ അനാലിസിസ് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.